യൂട്യൂബർ തൊപ്പിയുടെ കൂട്ടാളി മുഹമ്മദ് എന്ന മമ്മു അറസ്റ്റിൽ. മഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. തൂക്കിയല്ലോ നാദാ. നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ ടൈമില്ല. മമ്മു ഈ കേസിലെ 4ാം പ്രതിയാണ്. 1ാം പ്രതി നിഹാദ് എന്ന തൊപ്പിയാണ്. പിന്നീട് ജാസി, ഷമീർ ഇവരെല്ലാം പ്രതികളാണ്. ഇതിലെ 4ാം പ്രതിയാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്. ഭയങ്കര മനസ്സ്. നീ എന്നെ പറ്റിച്ചതാണ് എനിക്കറിയാം. ഈ യുവാവ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്, പക്ഷെ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രക്ക് നാട്ടിച്ച് കിടക്കുകയാണ്. യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിന്റെ യൂട്യൂബ് ചാനൽ നീക്കം ചെയ്തു. നടപടി അശ്ലീല ഉള്ളടക്കം ചാനലിലൂടെ പ്രചരിപ്പിച്ചെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ലൂസറാണ്. അയാളുടെ കാമുകി ചതിച്ചു, ഗുരു ചതിച്ചു, സുഹൃത്ത് ചതിച്ചു. ലൂസറാണ്, അബ്സല്യൂട്ട് ലൂസറാണ്. പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബിന്റെ നടപടി. തൊപ്പിയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് എറണാകുളം സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. ഇനി നമ്മൾ എന്ത് ചെയ്യും? അല്ലയ്യ ഭയങ്കര സുഹൃത്ത്, എന്റെ ബ്രോ ആണ് തൊപ്പി. ആളെ ചാനൽ പോയിന്നോ എന്തോ കേട്ടല്ലോ ന്യൂസ്. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട്. ചങ്കിന്റെ ചാനൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കരയണോ നിക്കണോ ഓടണോ എന്നുള്ളതും കൂടി എനിക്ക് എന്താണെന്ന് അറിയില്ല. എന്റെ അത്രയും വലിയ ചങ്കേനു മതി. ഈ അവസ്ഥയിൽ കരച്ചിൽ വരുന്നുണ്ടോ? കരച്ചിൽ എന്ന് പറഞ്ഞിട്ട് ഇനി കണ്ണാട് ഊരണം. ഇനിയിപ്പോ ഊരണം എനിക്ക് വേണ്ടിട്ട് വേണമെങ്കിൽ ഊര, എന്നാലും വേണ്ടിയില്ല. സന്തോഷം കൊണ്ട് ഇരിക്കാനും തൊപ്പി എന്ന നിഹാദിനെതിരെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കും. പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പോലീസ് നീക്കം. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. പ്രധാനപ്പെട്ട കാരണം ഈ ചോദ്യം ചെയ്യലടക്കം വിളിച്ചപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വരാൻ കഴിയില്ല എന്നാണ് ഇയാൾ പറഞ്ഞത്. പിന്നീട് പോലീസ് ഇയാളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊന്നും സാധിച്ചില്ല. Why are you disturbing my peace? I'm very clear about it. This is wrong. സുഹൃത്തുക്കളെ കൂടി, അതായത് കേസുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ മൊഴികൾ കൂടി എടുക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അവരും ഹാജരായില്ല. നോക്കിയിരിക്കത്തേ ഉള്ളൂ. കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഒരു സഹകരണവും തൊപ്പിയുടെ ഭാഗത്ത്, നിഹാദിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് പോലീസ് പറഞ്ഞത്. ഈ പശ്ചാത്തലത്തിലാണ് ഇയാൾക്കെതിരെ സർക്കുലർ റിപ്പോർട്ട് ഇറക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നത്. ശരി അനന്തു, അപ്പോ തൊപ്പിയെ തപ്പി നടക്കുകയാണ് പോലീസ്. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. ഓക്കെ ബൈ.